എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ തോരനാണ്. ഇത് ഞാൻ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ഇത് കണക്കെ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് മുറിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിട്ട് വെച്ചേക്കണത്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. തോരന് വേണ്ടി കോളിഫ്ലവർ അരിയുമ്പോൾ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ ക്യാബേജൊക്കെ അരിഞ്ഞ പോലെ ഇരിക്കും. ആ പൂ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് അടിയിലോട്ടുള്ള ഈ പീസ് എടുക്കണ്ട കേട്ടോ. കോളിഫ്ലവർ നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്ത് വെച്ചേക്കണത്. ഇതിൻ്റെ അകത്തോട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. നല്ലപോലെ അരയണ്ട, ചെറുതായിട്ടൊന്ന് ഒരടി കൊടുത്തുവെച്ചാൽ മതി. അപ്പം ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി മുളകൊക്കെ ചതയ്ക്കുന്ന ഈ പാത്രത്തിലിട്ടിട്ടാണ് ഞാൻ ഇടിച്ചെടുക്കുന്നത്. ഇതിൽ വെച്ച് ഇടിച്ചെടുക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. ഞാൻ ആ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാത്രത്തിലേക്ക് അരപ്പിടണേണ്. അരിഞ്ഞു വെച്ചേക്കണ കോളിഫ്ലവർ, കോളിഫ്ലവർ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ കോളിഫ്ലവർ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതിലത്തെ ഒഴിച്ചേക്കണ വെള്ളം എന്ന് പറഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ ലെവലിലാണ് വെള്ളം ഒഴിച്ചേക്കണത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ കോളിഫ്ലവറിലെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഈ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. തീ ഒന്ന് കൂട്ടി വെക്കുക. കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കോളിഫ്ലവറിലെ ഈർപ്പം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ കോളിഫ്ലവറിന് ഫ്ലേവർ അങ്ങനെ അധികം ഒരു ഇഷ്ടം ഉണ്ടാകത്തില്ല. ഒരു പ്രത്യേക ഒരു മണമായി കോളിഫ്ലവറിന്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാം. മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മുട്ട ഒന്ന് ചിക്കി എടുക്കുക. ഇങ്ങനെ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയതിന്. അപ്പം മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഉലർന്നു വന്നിട്ടുണ്ട്. മുട്ട അതിൻ്റെ അകത്തേക്ക് ചേർന്നിട്ടുണ്ട് നന്നായിട്ട്. കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.